ഈ മഴക്കാലമായാൽ നമുക്കറിയാം ഈ കളക്ടർമാരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവധിയുണ്ടോ, അവധി തന്നൂടെ എന്നൊക്കെ ചോദിച്ചുള്ള വിദ്യാർത്ഥികളുടെ മെസ്സേജുകൾ, കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കളക്ടർക്കും ഒരു മെസ്സേജ് കിട്ടി. പക്ഷേ അക്ഷരത്തെറ്റാണ്. അത് കണ്ട കളക്ടർ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഗൗരവമുള്ള ആവശ്യങ്ങൾക്കൊപ്പം ഈ കൗതുകരമായ പല അപേക്ഷകളും അഭ്യർത്ഥനകളൊക്കെ കളക്ടർമാർക്ക് മെസ്സേജായി ലഭിക്കാറുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് പത്തനംതിട്ട കളക്ടർക്ക് ലഭിക്കുന്നു. അതിലും ഗൗരവമുള്ള രസകരമായ മറുപടി നൽകുകയാണ്. അല്ലേ, മഴ പെയ്തു, അതുകൊണ്ട് അവധി വേണമെന്ന് പറയുന്നു. പക്ഷേ അക്ഷരത്തെറ്റ് കണ്ടുപിടിച്ച് ക്ലാസ്സിൽ പോകാനാണ് പറയുന്നത്. ആ മറുപടി എങ്ങനെയാണ് അപ്പോൾ തോന്നിയത്? അത് എനിക്ക് ഇപ്പോൾ നമുക്ക് ധാരാളം റിക്വസ്റ്റുകൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ എടുത്ത് മെസ്സേജസ് ഇങ്ങനെ എന്ത് വായിച്ച് നോക്കാറുണ്ട്. പലതും ഇങ്ങനെ അവധി തരണമെന്ന് പറഞ്ഞിട്ടാണ്. ഇത് പെട്ടെന്ന് ഈ മെസ്സേജ് കണ്ടപ്പോൾ ഇത് എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. ഇത് ആവശ്യപ്പെട്ട അവധിയാണ്, പക്ഷേ എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നിയത് ആപ്പ് വെച്ചൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ആൾക്ക് ആപ്പ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്താലും മലയാളം വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എഴുതാൻ അറിയില്ല എന്ന് തോന്നി. അപ്പോൾ അപ്പോൾ തന്നെ ആൾക്ക് മറുപടി കൊടുത്തപ്പോഴത്തേന് ആൾ പിന്നെ അപ്പോഴേ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി. പക്ഷെ എന്നാലും വളരെ രസകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്തത്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് മലയാളം പഠിച്ചിരിക്കേണ്ട നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് പഠിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം ആൾ അവധിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് അവധി കൊടുക്കേണ്ട സാഹചര്യവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവധി ചോദിക്കുക, സ്കൂളിൽ പോവുക, പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്. ഒരു വ്യക്തി എന്നുള്ളതല്ല, പഠനത്തിന്റെ ഒരു ആവശ്യമാണല്ലേ പറയുന്നത്? അത് തീർച്ചയായിട്ടും അത് ഇപ്പം സ്കൂളിൽ നമുക്ക് ഇപ്പം നമ്മൾ വളരെ തമാശ രൂപേണ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മൾ ഈ അവധി ചോദിക്കുന്ന ഒരു വളരെ മൈനോറിറ്റി ആയിട്ട് കുട്ടികളാണ് ചോദിക്കുന്നത്. പക്ഷേ മെജോറിറ്റി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ തന്നെയാണ് ആഗ്രഹം. മാത്രമല്ല ട്യൂഷന് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ സ്കൂളിൻ്റെ പഠനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ആലോചിച്ചിട്ട് നമ്മൾ അവധി കൊടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ അവധി കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫണ്ണായിട്ട് തന്നെയാണ് കൊടുത്തതെന്ന് പറഞ്ഞത്. ഈ അവധിയിലേക്ക് മാത്രം ചുരുക്കുന്നുണ്ടോ പലപ്പോഴും കളക്ടർമാരോട്? ഈ അവധി ചോദിക്കാൻ വേണ്ടി മാത്രം കുട്ടികൾ വരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അവബോധമല്ലേ, എന്താണ് പഠനം, എന്താണ് നമ്മുടെ റോളെന്ന് കൂടി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല? തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം +1 +2 ഒക്കെ ആയതുകൊണ്ട് ഇപ്പം വലിയ പ്രശ്നങ്ങൾ നമുക്കില്ല. പക്ഷേ ഇനിയും ഭീകരന്മാർ വരാതിരിക്കുന്നേ ഉള്ളൂ. അടുത്ത ജൂൺ 2 ക്ലാസ് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു റിക്വസ്റ്റുകൾ 10 മടങ്ങാകും ഈ വരുന്ന ദിവസങ്ങളിൽ. പക്ഷേ അത് ഞാൻ കഴിഞ്ഞ തവണയും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഇത്തവണയും നമ്മൾ അതിൻ്റെ രീതിയിൽ മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും. ഞാൻ മഴക്കാലത്ത് എന്തായാലും വലിയ ജാഗ്രതയിലായിരിക്കും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിങ്ങനെ ഒരു രസകരമായ മറുപടി കൊടുക്കാൻ കഴിയുന്നതില്ലേ? നമുക്ക് എപ്പോഴും നമ്മൾ ഈ റുട്ടീൻ വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് ഇത്തരം കുട്ടികളുമായിട്ട് ഇന്ററാക്ട്, ചിലത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കുട്ടികൾ വളരെ ഫണ്ണായിട്ട് അല്ലെങ്കിൽ കളക്ടറോട് ചോദിക്കുക, അത് ആക്ച്വലി സ്പീക്കിംഗ് ചെയ്ത് വളരെ ഒരു നല്ല കാര്യമാണ്. കളക്ടറെ പോലെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരു പരിധി വരെ നമ്മളത് എന്റർടൈൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ആ രീതിയിൽ തന്നെ ഞാനിപ്പം കുറേ മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ഇത് രസകരമായത് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഏതായാലും അങ്ങനെ രസകരമായ കാര്യങ്ങൾക്ക് ഗൗരവ തരത്തിലുള്ള മറുപടികൾ, ഗൗരവമായ കാര്യങ്ങൾ പൊതിഞ്ഞിട്ടുള്ള മറുപടികൾ ഇനിയും പത്തനംതിട്ട കളക്ടർ പ്രതീക്ഷിക്കാമെന്ന് അല്ലേ? പ്രതീക്ഷിക്കാം. രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. രാഹുൽ ജിനാഥ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ആ കളക്ടർ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്കൊരു വിശ്വാസമുണ്ട്, കളക്ടറെ സമീപിക്കാം, അവധി ചോദിക്കാം എന്നുള്ള എന്തോ ഒരു അടുപ്പമൊക്കെ കളക്ടർമാരോട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ മഴക്കാലത്തും നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ. ഈ മെസ്സേജിൽ വലിയ തമാശയുണ്ട്. അവധിയെ അവധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരുപാട് അക്ഷരത്തെറ്റുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ വലിയ തമാശ കളക്ടർ കൊടുത്ത മറുപടിയാണ്, അല്ലേ? തീർച്ചയായും എല്ലാ കളക്ടർമാരും ഒരുപക്ഷെ മനസ്സിൽ പറയുന്നതാകും കാര്യം. നിങ്ങൾ സ്കൂളിലേക്ക് പോകും, വലിയ മഴയില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗൗരവത്തിലുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മറുപടി നൽകുന്നത് ഇവിടുത്തെ കളക്ടർ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലാകട്ടെ നമ്മുടെ വാർത്തയിലൂടെയൊക്കെ വലിയ ചർച്ചയാകുന്നത്, ക്രിക്കറ്റ് കളിക്കാനൊക്കെ നേരെ ഗ്രൗണ്ടിൽ ഇറങ്ങുകയും അങ്ങനെ ആളുകളുമായി സജീവമായി ഇടപെടുന്ന മനസ്സുള്ള കളക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് മറുപടി നൽകിയേക്കാമെന്ന് ചിന്തിച്ചത് ഞാൻ കരുതുന്നു. കാരണം ഞാനിത് ചോദിച്ചപ്പോൾ ഈ ജോലി തിരക്കിനിടയിലും ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് രസകരമായി തോന്നി, അതുകൊണ്ട് ചെയ്തെന്ന കളക്ടർ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിനകത്ത് ഈ ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം നമുക്കിനിയും ഈ മറുപടികൾ പ്രതീക്ഷിക്കാമല്ലേ എന്ന് പറഞ്ഞ് കളക്ടർ മുഖത്തേക്ക് നോക്കി. കാരണം കളക്ടർമാരുടെ തിരക്ക് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ശക്തി പ്രാപിക്കുകയാണ്. പല ജില്ലകളും റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമുള്ള ഘട്ടത്തിലാണ് ഞാൻ ഇനിയും രസകരമായ മറുപടി പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചിട്ട് കളക്ടർ മുഖത്തേക്ക് നോക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ ഇനി ആ തിരക്കിനിടയിൽ അങ്ങനെ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടോ? കളക്ടറിന് ഉറപ്പായും പ്രതീക്ഷിക്കാം. കാരണം മനുഷ്യരാണ്, ഈ പറയുന്ന പോലെ എന്നും ചെയ്യുന്ന ജോലികൾക്കിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഈ സമയം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ കളക്ടർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
കളക്ടർമാരല്ലെങ്കിൽ ഈ എന്താ പറയുക, നമുക്ക് ഈ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കാൻ ആളുകൾ തയ്യാറാകാനുള്ള വേദികൾ ഒരുങ്ങുക എന്ന സത്യം അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും ഈ അവധി ചോദിച്ചയാൾ ഇനി മുതൽ കൃത്യമായി ക്ലാസ്സിൽ പോയി അടുത്ത അവധി ചോദിക്കുമ്പോൾ നല്ല മലയാളത്തിൽ ഈ കളക്ടർ അത്ഭുതപ്പെടുന്ന ശരി രാഹുൽ, അങ്ങനെ നല്ല മലയാളം ക്ലാസ്സിൽ കയറി നന്നായിട്ട് മലയാളം പഠിക്കട്ടെ.